ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ. ഞാനും എന്റെ മമ്മി എന്റെ എല്ലാ പിള്ളേരും മഴയാണെങ്കിലും ഹാപ്പിയാണ് കേട്ടോ. ഇന്നിപ്പോ ഇവിടെ വലിയ മഴയില്ല. ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഇപ്പൊ നല്ല കാലാവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ആകെ ഒരു പ്രാർത്ഥന, ഇനിയും വയനാട്ടിൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവരുത്. കാരണം ഇപ്പോഴും പറയുന്നു ഇന്നലെയും രണ്ടാമത്തെ തവണ ഏതോ ഒരു സ്ഥലത്ത് ഉരുള് പൊട്ടിയെന്ന്. എന്തായാലും ആൾഭയം ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ ആൾഭയം മാത്രമല്ല കേട്ടോ, അവിടെ ജീവികളും ഉണ്ട്, അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കുറെ റീൽസും വീഡിയോസായി കാണുന്നു നമ്മള്. കുറെ കുഞ്ഞുങ്ങള് യജമാനനെ തേടിയിട്ടുള്ള ഒരു വീഡിയോ ഭയങ്കര സങ്കടമാണ്. എനിക്ക് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് അയച്ചു. എനിക്കത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം ഒരു ഓണർ മിസ്സാവുമ്പോൾ ഉള്ള ഒരു വേദന നമുക്കറിയാം. പെട്ടെന്നായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ ചെയ്തേക്കണോ, ഇവിടെ വേറെ ഒന്നല്ല കേട്ടോ. ഡോബ്രൂനെ നമ്മൾ ബാക്കിലെ കേജിലും നമ്മുടെ വിക്കുമോനെ ഈ ഫ്രണ്ടിലത്തെ കേജിലേക്ക് ആക്കി കേട്ടോ. കാരണം വേറെ ബാക്കിലത്തെ കേജിൽ അത്യാവശ്യം നനവും കാര്യങ്ങളും പെട്ടെന്ന് വരും. അപ്പൊ അത് വരുമ്പോ നമ്മുടെ ജർമ്മൻഷെപ്പേർഡ് ആകുമ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ വരും. അത് വരാതിരിക്കാനാണ്. ഡോബ്രൂന് വരില്ല എന്നല്ല, പക്ഷെ ഒരു ലിമിറ്റ് വരെ പോവില്ല. കാരണം ലിമിറ്റ് വരെ തടഞ്ഞു വെക്കും. കാരണം അവർ സിംഗിൾ കോട്ടാണ്. മെയിൻ്റനൻസ് എല്ലാവർക്കും അറിയാം. ഡോബർമാനെ വളർത്തിയവർക്ക് വളരെ മെയിൻ്റനൻസ് കുറവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങള്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ഇതാണ് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അയ്യോ നമ്മുടെ ഇഷക്കുട്ടീനും വെല്ലക്കുട്ടീനും കാണിച്ചില്ല കേട്ടോ. അതെ, രണ്ടുപേരും കേജിലുണ്ട്. രണ്ടുപേരും ഇടയ്ക്ക് കേജിൽ നിന്ന് ഇറക്കാത്തതിന്റെ പിണക്കമുണ്ട്. അതിനാണ് ഇപ്പൊ ചുറ്റിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കടിച്ചു പൊളിച്ചു മഴയത്തുള്ളത്. ഇപ്പൊ ഞങ്ങൾ മാറ്റിയിട്ടേക്കാണ് ആ ചുറ്റിലും. അപ്പോ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മമ്മിയാ, ഇന്ന് എന്തിട്ട് നമ്മുടെ പരിപാടി ശരിക്ക് പറയ്, ഇന്നെന്തിട്ട് നമ്മുടെ പരിപാടി? നമ്മള് വേറെ ഒന്നല്ല കേട്ടോ, നമ്മള് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ടീഷർട്ട് എടുക്കാൻ പോകണം. ടീഷർട്ട് മാത്രമാണോ എടുക്കണേ? ടീഷർട്ട് അത് വലിയൊരു സംഭവം. അതെ, അത് വലിയൊരു ഇത് തന്നെയാട്ടോ. കാരണം എന്തോ ഇത് തന്നെയാട്ടോ. കാരണം മഴ ആയ കാരണം കൊണ്ട് വീടിന്റെ അകത്ത് അടക്കിയുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് നിന്ന് വരുമ്പോ ഇവിടെ 2-3 ഉണ്ടായിരുന്നു. പക്ഷെ മമ്മി ഞാൻ പറഞ്ഞവരോട് അയച്ചു വെച്ചതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ 2-3 കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അയച്ചു വെച്ചതാണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. തുണി എന്താ പറയാ, ഉണങ്ങി കിട്ടാത്തതും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ അടിയില് കേജിലിന്റെ ഇങ്ങനെ അടിയില് തുണികൾ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇത് 2 ദിവസം എടുക്കാണ് ഉണങ്ങാനായിട്ട്. അപ്പൊ തുണികളും കുറവാണ്. ഞാനിപ്പോ എവിടെന്നെങ്കിലും ഇതാക്കിയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. അനിയനോട് പറഞ്ഞിരുന്നു, അനിയന് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല. ഓക്കെ വിളിക്കുമ്പോ ചോദിക്കുമ്പോ അവൻ പറയും എടുത്തു വയ്ക്കാം. പിന്നെ 2 ദിവസത്തേക്ക് കാണില്ല അവനെ. അങ്ങനെയാണ് അവസ്ഥ. അപ്പോ നമ്മള് പോവാണ്. നമ്മുടെ ശ്രീകുട്ടിക്കും അതുപോലെ നമ്മുടെ ഗോപുട്ടന്, പാപ്പുവിന് എല്ലാവർക്കും ടീഷർട്ട് എടുക്കാൻ പോവാണ്. മമ്മിയുടെ ഇതിൽ ടീഷർട്ട് ആർക്കാ കൂടുതൽ ലുക്ക്? ഗോപുവിന്റെ ലുക്ക് ഏത്? നമ്മുടെ ലാസ്റ്റത്തെ ഫോട്ടോയില് നമ്മള് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കന്നാസും കടലാസും നിക്കണ പോലത്തെ ഒരു വീഡിയോ. കുറെ പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് കന്നാസും കടലാസാന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. എവിടേക്കാ പോണേ മമ്മിയ? സ്ഥലം മമ്മി പറയും. മമ്മിയാണ് പ്രഷറോട് പറയുന്നത് എവിടേക്കാ പോണ്ടേ? അടുത്ത് എവിടെ സ്ഥലം പറഞ്ഞേ? കുരിയച്ചറയില് അപ്പാപ്പന്റെ കട എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. അത് എന്താ പറയാ, പണ്ട് തൊട്ട് അങ്ങനെ ഒരു പേരാണോ? അങ്ങനെയാണോ അതോ വല്ല അപ്പാപ്പന്മാര് നടത്തിയിരുന്നാണോ? ഒരു അപ്പാപ്പ നടത്തിയിരുന്ന കടയായിരുന്നു കേട്ടോ. അത് കാരണമാണ് അപ്പാപ്പന്റെ കട എന്ന് പേര് വന്നത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകണം. അവിടെയാണ് നമ്മൾ പിള്ളേർക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കുക. വളരെ കുഞ്ഞ കടയാ, എന്നാ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിന്റെ ഉള്ളില്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പോവാം. അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കാറ് ഇച്ചിരി ദാരിദ്ര്യാണ്. ഇപ്പൊ വേറെ ഒന്നല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വീണ് തുടങ്ങി. അത് ഇനി ഇൻസുലേഷൻ വെച്ച് ടൈപ്പ് ഇതാക്കണം. പിന്നെ നിറച്ച് ചെളിയാണ്. കാരണം 2-3 ദിവസം ഫുള്ള് മഴയത്തായ കാരണം നിറച്ച് ചെളിയാണ്. അപ്പൊ എന്തായാലും വണ്ടി തിരിക്കട്ടെ. അയ്യോ, ലോക്ക് ഓർമ്മയില്ല കേട്ടോ. വണ്ടി തിരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, ഈ കാർ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും കാണുമ്പോൾ നോക്കിയാൽ കണ്ടു ഓടിക്കുക. കാരണം ഞാൻ പഠിച്ചു വരണം കേട്ടോ. എൽബോർഡ് ഇതാക്കിയിട്ടില്ല. എന്നാലും ഈ കാറ് ഞാൻ ലൈസൻസ് എടുത്ത് പിന്നെ കാറ് ഓടിക്കുന്നത് ഈ കാറിലാണ്. അപ്പോൾ ഈ കാറൊക്കെ ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് മാറിപ്പോക്കോളൂ, ഓടിച്ച് പഠിക്കണുള്ളൂ. അത് കാരണം കൊണ്ട് അപ്പോ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അപ്പാപ്പന്റെ കടയിലേക്ക്. നമ്മുടെ കുരിയച്ചറയാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുരിയച്ചറയാണ് കട. ഈ ഒരു കട മമ്മിക്ക് ഭയങ്കര ഫ്ലാഷ് ബാക്ക് ഉള്ള ഒരു കടയും കൂടിയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാനല്ല, അത് മമ്മി പറയും. മമ്മിയാ പറഞ്ഞേ, എന്തൊരു മമ്മിയുടെ ഫ്ലാഷ് ബാക്ക് കടയായിട്ട്? ഇവർക്കൊക്കെ ചെറുപ്പത്തിൽ അവിടെ തന്നെയാ ഇതെടുക്കുക. ഒരു മമ്മി ഡാഡിന്റെ അവിടെ നിന്ന് എടുക്കും. പിന്നെ മമ്മി അവിടെ നല്ല വില കുറവാണ്.
അതെ. അവിടെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ സാധാരണക്കാരും ആ ഒരു കടയിലേക്കാണ് പോവുക. അപ്പൊ അവരായിട്ട് ഭയങ്കര മമ്മീനൊക്കെ ചെറുപ്പം മുതൽ അറിയാന്നല്ലോ പറഞ്ഞ മമ്മിയ? അതെ, ഞങ്ങള് ചെറുപ്പം മുതല് അറിയാം. അപ്പൊ അവിടെ എത്താറായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കാണാൻ ബാക്കിയുള്ള വിശേഷങ്ങളുണ്ടോ. അപ്പൊ നമ്മള് കുഴിയച്ചറ നമ്മുടെ അത്താപ്പന്റെ കടയിൽ എത്തിട്ടോ. ഇതാണ് കൂടുതൽ ഒരു വീടാണ്, ഒരു ഉള്ളിലാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. അമ്മിയുടെ ഡ്രസ് സെലക്ടിങ് കേട്ടോ. ഏതൊക്കെ കളർ ഉണ്ട്? എല്ലാ കളറും എടുക്കുന്നുണ്ട്. എന്നാൽ എല്ലാരും പുല്ലിംഗം ആക്കാൻ പോവാണ് ഞങ്ങള് അല്ലേ? തമിഴ് പുല്ലിംഗം. എന്തായാലും ഒരു 10-15 എടുക്കണം. കാരണം ഉണങ്ങി കിട്ടണമെങ്കിൽ സമയം എടുക്കും അല്ലേ? എത്ര വെച്ചെടുക്കുന്നുണ്ട്? അമ്മമ്മേരിയില് പൈസ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇത് നമ്മള് ഗോകൂട്ടുണ്ടാവും. അങ്ങനെ നമ്മള് ടീഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞല്ലോ. ടീഷർട്ട് എടുത്ത് കഴിഞ്ഞപ്പോ ഷോർട്സ് എടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടോ? 20 ഷോർട്സ് ഉണ്ട്. പഫ് മോഡല് എപ്പോഴും കുറെ പേരിങ്ങനെ അരക്കെട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. എലാസ്റ്റിക് ഒക്കെ ഇതായിട്ട് നല്ല സുഖമായിട്ട് അവർക്ക് ഇടാൻ പറ്റും. അപ്പൊ 20 ഇപ്പൊ അവിടെ നമ്മുടെ കടയുടെ ഓണർ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കട്ടെ. നമ്മള് പിടിച്ചിരുത്തി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണ് ആന്റി. അപ്പൊ എന്തായാലും കഴിഞ്ഞില്ലേ? ഇനി ഒന്നുമില്ലല്ലോ. അവിടെ ചെന്നിട്ട് ബാക്കി കൂടെ പിള്ളേരെ ഇടിപ്പിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഫുള്ള് പർച്ചേസ് കഴിഞ്ഞു. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം അത്യാവശ്യത്തിന് 2 കവറിൽ നിറച്ചാണ് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്താണ്. ആളും ഹാപ്പി, ആന്റി ഹാപ്പി അല്ലേ? നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി പിള്ളേരെ നമുക്ക് സെറ്റാക്കണ്ടേ? അപ്പൊ ബാക്കി എന്നിട്ട് അവിടെ വന്നിട്ട് കാണാട്ടെ. അങ്ങനെ നമ്മള് എത്തി. മമ്മി പറഞ്ഞു കേട്ടോ, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, എല്ലാരും ഡ്രസ്സ് മാറ്റിയിട്ട് മമ്മി വിളിക്കാം, അപ്പൊ കണ്ടാൽ മതി, അപ്പൊ ഒന്ന് കയറിയാൽ മതിയെന്ന്. അപ്പൊ ഇപ്പൊ മമ്മി വിളിച്ചിട്ടുണ്ട്, കയറി കാണാം എന്താ അവസ്ഥ. അത് ഞാൻ കണ്ടില്ല, എന്തായാലും കോമഡി അവസ്ഥയായിരിക്കും. അമ്പോ ഇരിക്കണോ എല്ലാരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇവിടെ ജെറി ബോയ്, അഞ്ചിന് അതെ, നമ്മുടെ നന്ദിനി കുട്ടി, പിന്നെ ഇതാരുടെ പ്യൂമയുടെ ടീഷർട്ട് ഇട്ട് പിന്നെ അതെ പാപ്പൂച്ച്, അച്ചുയി, നമ്മുടെ മെയിൻ എന്താ നമ്മുടെ ഗോപു, പിന്നെ നമ്മുടെ ജിമ്മിച്ചനാണ് കേട്ടോ. മമ്മിയ ഇതിൽ ആരാണ് സൂപ്പർ ലുക്ക് എന്ന് പറഞ്ഞേ? അതല്ല, നോക്കിയ ജിമ്മി നോക്കിയ നോക്ക് ജിമ്മിയ ടീഷർട്ട് ഇതാവുമ്പോ ജിമ്മിച്ചന് സ്പൈഡർമാൻ കേട്ടോ. കണ്ട ജിമ്മിച്ചന് സ്പൈഡർമാനാ. അഞ്ചിന് കണ്ടാ 5 കോപ്പുച്ചേ. അപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും? അടിപൊളിയല്ലേ? മമ്മിക്ക് ആരെയാ കൂടുതൽ ഇഷ്ടമായ ടീഷർട്ട് ഇട്ടിട്ട്? പാപ്പൂച്ചിന് ഈ സംഭവം വലുതാട്ടോ. കണ്ട 5 പാപ്പുനെ ഗ്രൂം ചെയ്യാറായിണ്ട്. കണ്ട പിന്നെ അഴുക്ക് വന്നിട്ടുണ്ട്. 2 ദിവസം കൂടുമ്പോ അവനെ ശരിക്കും കവർ ചെയ്യണം. അതാണ് പ്രശ്നം അല്ലേ പാപ്പൂച്ച? അഞ്ചുമോ സുന്ദര മോനാ. മമ്മിയുടെ കുഞ്ഞൻ. ഇത് മമ്മിക്ക് ഇപ്പൊ ആര് വന്ന് കാവലിരുന്നില്ലെങ്കിലും അല്ലേ, നമ്മുടെ ചെക്കനാണ് കാവലിരിക്കുക അല്ല കൊക്കോ? ഞാൻ കൊക്കോന്ന് കേട്ടോ വിളിക്കുക. മമ്മിയാണ് കുഞ്ഞെന്ന് പേരിട്ടെ. എന്താ കുഞ്ഞെന്ന് പേരിട്ടെ? ഇവനാ ഏറ്റവും കുഞ്ഞിതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര കുറുമ്പനാണ്. അപ്പൊ അതായത് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആണ് നമ്മുടെ ഗോപുട്ട. അഞ്ചാണ് ഗോപുവിന് പിന്നെ അറിയാലോ, ആരും ഉമ്മച്ചിലും ഇതാക്കില്ല. പിന്നെ നമ്മുടെ ടോമിച്ച് നമ്മൾ ഇടാത്തത് അറിയുന്നല്ല. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കടിച്ച് കീറും. കടിച്ചിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറയും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ അതെ ഡ്രസ്സുകളുടെ കാര്യങ്ങളാക്കാനായിട്ട് ഇവിടെ കടി നോക്ക്. ഇവിടെ ടോമിച്ചനും ഇവിടെ ഇവളും കൂടിയിട്ട് പാപ്പും കൂടിയിട്ട്. എന്താണ് ഇവിടെ ടോമിച്ചനല്ല കേട്ടോ, സോറി, ഇവിടെ ടെഡിക്കുട്ടി. പിന്നെ നമ്മുടെ സീക്കുട്ടി. അപ്പൊ എന്തായാലും അത് ഇവിടെ ഒരുത്തിക്ക് ഇവിടെ നന്ദുട്ടീനെ കണ്ടാ ചെറിയ ബനിയനൊക്കെ ഇട്ടിട്ട്. അല്ലേ നന്ദുട്ടിയാ? എന്റെ മോള് സൂപ്പർ മോളല്ലേ, ചുണ്ടിന് മോളല്ലേ എന്റെ മോള്? അല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ഇടാമിയ എന്തായാലും അപ്പൊ എല്ലാരും ടീഷർട്ട് ഒക്കെ ഇട്ട് കണ്ടല്ലോ, എല്ലാരും ഹാപ്പി ആയില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതേപോലെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പെട്ടെന്നായിരുന്നു തീരുമാനം പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോണെന്ന്. അപ്പൊ എല്ലാരും കണ്ടില്ലേ, ഇപ്പൊ സെറ്റാണ്. അപ്പൊ എല്ലാരും
അതിനനുസരിച്ച് അപ്പിട്ട് തുടങ്ങി. അതാണ് ഈ കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പിന്നെയും വരും. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.